എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇൻസുലിൻ ഉപയോഗിക്കുന്ന വ്യക്തിയാണോ? തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ പ്രമേഹ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഇൻസുലിൻ എന്നുള്ളത്. പക്ഷേ ഇൻസുലിനോ ലോകത്ത് എല്ലായിടത്തും തന്നെ നോക്കുകയാണെങ്കിലും നമുക്ക് ഇഞ്ചക്ഷൻ രൂപേണ മാത്രമായിട്ട് ആണ് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇൻസുലിൻ സിറിഞ്ചുകളുണ്ട്, ഇൻസുലിൻ പെന്നിലിട്ട് നീഡിലിട്ടിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ നീഡിൽ എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഉപയോഗിച്ച ഇൻസുലിൻ നീഡിലോ സിറിഞ്ചിലോ നിങ്ങൾ ജനറൽ വേസ്റ്റിൽ കൊണ്ടുപോയി ഒരിക്കലും ഇടരുത്. കാരണം ഈ നീഡിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ജനറൽ വേസ്റ്റിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പലർക്കും അറിയില്ലായിരിക്കും. അപ്പോൾ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന വർക്കേഴ്സ് ജോലിക്കാർക്ക് അവർക്ക് പറഞ്ഞ പോലെ നീഡിൽ ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നീഡിൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാലോ നമുക്ക് ചില അണുബാധകൾ പരവാനുള്ള സാധ്യതകളാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, HIV മുതലായ രോഗങ്ങൾ പകരാനുള്ളൊരു സാധ്യതയും അതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഇൻസുലിൻ ഉപയോഗിച്ച നീഡിലുകൾ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾ ആദ്യം കളക്ട് ചെയ്ത് വെക്കുക. അത് നമ്മുടെ തിക്കായിട്ടുള്ളൊരു ഫൈബർ കണ്ടെയ്നറിൽ കളക്ട് ചെയ്ത് വെക്കുക. മാത്രമല്ല കുട്ടികളുടെ കയ്യിൽ അത് കിട്ടാത്ത രീതിക്ക് അത് മുതിർന്നവർ അത് സൂക്ഷിക്കുക. പിന്നെ ഇത് എങ്ങനെ കളയണം? ഒന്ന്, നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഹോസ്പിറ്റലിലോ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇതുപോലെ ഷാർപ്പ് വേസ്റ്റ് എടുക്കുന്നുണ്ടോ അതിനുള്ള, കാരണം ഈ ഹോസ്പിറ്റലുകളിലൊക്കെ അതിനുള്ള സംവിധാനങ്ങൾ കാണും. ഇനി അല്ലാത്ത പക്ഷമാണെങ്കിലോ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഈ ഷാർപ്പ് വേസ്റ്റ് ഡിസ്പോസലിന് ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ അതുവഴിയും നിങ്ങൾക്കത് കളയാവുന്നതാണ്. ഒരിക്കലും അലക്ഷ്യമായിട്ടുള്ള ജനറൽ വേസ്റ്റിൽ ഇതുകൊണ്ട് ഇടരുത്. അപ്പോൾ നിങ്ങൾ ഇൻസുലിൻ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.